ആദരണീയരും സ്നേഹസമ്പന്നരുമായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ജ്യേഷ്ഠാനുജന്മാരെ, സഹോദരിമാരെ, പ്രത്യേകിച്ച് ഈ ക്ലാസ് റൂമിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരായ സുഹൃത്തുക്കളെ, നിങ്ങളുമായി ബന്ധപ്പെടാനും സംവദിക്കാനും ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടിയാണ് ഈ ക്ലാസ് റൂമിൽ ഏതാനും സമയം വരാൻ തീരുമാനിച്ചത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനോടും അതിന്റെ ആധികാരിക സംഘടനയോടും ആത്മാർത്ഥമായ പ്രതിബദ്ധതയും കടപ്പാടും കാണിക്കുന്ന നിങ്ങളുമായി സംസാരിക്കാനും ആശയം ഏറെ സന്തോഷമുണ്ട്. അതിന് തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ആദ്യമേ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. നിങ്ങളോട് മാത്രം പറയാൻ പറ്റുന്ന, എന്നാൽ ഒരു പൊതു പ്രസംഗത്തിൽ പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ആമുഖമായി നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഒന്ന്, അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി യഥാർത്ഥ ദീനിന്റെ മാർഗമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലനിൽപ്പിനും അതിന്റെ സംഘടനയുടെ കെട്ടുറപ്പിനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് അടിസ്ഥാനപരമായി ചില കാരണങ്ങളുണ്ട്. ആത്മീയമായി ആ നിലയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പിൻബലം നേരത്തെ ലഭിച്ചിട്ടുണ്ട്. ഞാൻ അക്കാര്യം വിശദീകരിക്കുന്നില്ല. ആ ഒരു ആത്മീയമായ പിൻബലം കൊണ്ടാണ് ഇത്ര ധൈര്യമായി സംഘടനാ രംഗത്ത് കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലമായി സജീവമായി പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യവും സ്ഥൈര്യവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. സവിശേഷമായി വിജയകരമായി നിങ്ങളുടെ പ്രവർത്തനത്തോടുകൂടി നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ച ഈ വ്യാജമുടിക്കെതിരെയുള്ള സമരത്തിൽ മുന്നോട്ട് പോയപ്പോൾ അതിന്റെ തുടക്കം മുതൽ നമുക്ക് ലഭ്യമായ അനുകൂലമായ സഹായകമായ ചില സാഹചര്യങ്ങൾ ഹദീസിൽ കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുൽ ഫാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഭലക്ഷണം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് സ്വഹീഹായ ഹദീസാണ്. നമ്മൾ നല്ലൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് സഹായകമായ ഒരു നാടൻ സംസാരമല്ല, അഷ്റഫുൽ ഹൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. ഈ വിഷയത്തിലേക്ക് നാം ഇറങ്ങിത്തിരിക്കുന്ന സാഹചര്യം, ഈ മുടി വ്യാജമാണ് എന്നതിന് സാഹചര്യ തെളിവുകൾ ധാരാളം നമ്മുടെ കൈവശമുണ്ടായിരുന്നു. അതേസമയം ഖണ്ഡിതമായ ഒരു അതും കൃത്യമായി കാന്തപുരം മുതൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ മുട്ടുന്ന ഒരു പരമ്പര ഭംഗിയായി വായിച്ചു കേൾപ്പിച്ച് ഇതാണ് മുടി കൈമാറ്റ പരമ്പര സനത് എന്ന് പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ, അത്ര കൃത്യമായൊരു കാര്യം പറയുമ്പോൾ അച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് എതിർക്കണമെങ്കിൽ സത്യമാണെങ്കിൽ പോലും തിരിച്ചുള്ള ഒരു ദൃഷ്ടാന്തം അല്ലെങ്കിൽ കൃത്യമായ തെളിവ് നമ്മുടെ കയ്യിൽ എവിടെ എന്ന ഒരു ചോദ്യം നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു. ആ ചോദ്യം ഒരു ആശയക്കുഴപ്പം അവസാനം വരെ
ഉണ്ടാക്കിയിരുന്നു. മുടിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഫസ്റ്റ് വിശദീകരണ സമ്മേളനം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഉത്തരവാദപ്പെട്ട ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് മർമ്മപ്രധാനമായ ചർച്ച നടത്തുമ്പോൾ ഈ ഒരു പ്രശ്നം ഇതല്ല, ഒറിജിനൽ മുടിയല്ല എന്ന് തെളിയിക്കാവുന്ന, ഈ സനദിനെ ചോദ്യം ചെയ്യാവുന്ന ഒരു തെളിവ് നമ്മുടെ കൈവശം ഇവിടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂട്ടത്തിൽപ്പെട്ട ഞങ്ങൾ 4-5 ആളുകൾപ്പെട്ട ഒരാൾ, അദ്ദേഹം ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ, പ്രശ്നഘട്ടം വരുമ്പോൾ അദ്ദേഹം എപ്പോഴും പോകുന്ന, ബന്ധപ്പെടുന്ന ഒരു വലിയ മഹാന്റെ ഒരു മക്കാമിൽ ചെന്നു. അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം സമീപിക്കാറുണ്ട്. അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ 3-4 ആളുകളുമായി പങ്കുവെച്ച ഒരാശയമാണിത്, പുറത്തറിയില്ല. ഞങ്ങളിങ്ങനെ വലിയൊരു വിഷയത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അതും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമുക്ക് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു ആ തങ്ങളുടെ പേരിൽ അതിൽപ്പെട്ട ഒരു വിജയം ഞങ്ങൾ മനസ്സിലാക്കി ഈ മുടിക്കെതിരെയാണ് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നത്. ഡേറ്റ് ഫിക്സ് ചെയ്തതിന്റെ പ്രഖ്യാപന പരിപാടി. അല്ലാഹുവേ, അങ്ങനെ പരിപാടിക്ക് ഞങ്ങൾ ഇറങ്ങി തിരിച്ചപ്പോ ഇതാ ഈ വലിയ മഹാനവറുകളെ നിങ്ങളെ ഹദറത്തിൽ ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ മുടി വ്യാജമാണെങ്കിൽ അത് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു അനുകൂലമായ സാഹചര്യം, ഒരു ഘടകം ഞങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു തരണം. അതല്ല, അത് ബൈ ചാൻസ് ഒറിജിനൽ ആണ്, ഇവിടുന്ന് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സുഹൃത്ത് ആ മക്കാമിൽ ചെന്ന് പറഞ്ഞപ്പോൾ, ആ പറഞ്ഞ അന്നത്തെ രാത്രി തന്നെ ഈ സുഹൃത്തിനെ അദ്ദേഹത്തിന്റെ ഗൾഫിലുള്ള നാട്ടിൽ വന്ന ഒരു സുഹൃത്ത് വിളിക്കുകയാണ്. ഇതാ എന്റെ കൈവശം ഒരു കിതാബുണ്ട്, എനിക്ക് ആ കിതാബ് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ഒരു പക്ഷെ പ്രയോജനം ചെയ്തേക്കാം, അതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു കിതാബാണ്, അതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് എത്തിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. എന്താണ് കിതാബ് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ അസ്റാറുൽ ആസാരിൻ നബവിയ എന്ന് പറഞ്ഞൊരു കിതാബാണ്, അബുദാബിയിലെ ഡോക്ടർ അഹമ്മദ് ഖസർജി പ്രസിദ്ധീകരിച്ച പ്രവാചക തിരുമേനിയുമായി ബന്ധപ്പെട്ട ഒരു കിതാബാണെന്ന് പറഞ്ഞു. അത് നിങ്ങൾ എത്തിച്ചോ എന്ന് പറഞ്ഞു. പിറ്റേന്ന് കാലത്ത് ആ കിതാബ് അയാൾ തന്നെ ഇദ്ദേഹത്തിന് കൊടുത്തുവിട്ടു. ആ കൊടുത്തുവിട്ട് ആ കിതാബ് വായിച്ചു നോക്കുമ്പോഴാണ് പ്രകടമായ ഒരു ദൃഷ്ടാന്തം. ഈ മുടി കൈമാറിയ അദ്ദേഹത്തിന്റെ ചെലവിൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ ലോകത്തുള്ള ആസാറുകളെല്ലാം വിശദീകരിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഈ ആസാറുകളുടെ മഹാശേഖരം, അങ്ങനെ പറയണം. ഇന്നലെ കണ്ട ഒരു സുഹൃത്തിനോട് പറഞ്ഞു, പ്രവാചക തിരുമേനി വഫാത്തായപ്പോ മൊത്തം അനന്തരാവകാശം ഇദ്ദേഹത്തിന് കിട്ടിയതുപോലെ ഉണ്ട് അവിടെയുള്ള ശേഖരങ്ങൾ. അവിടെ ഒരു ശേഖരം ചെയ്തിട്ട് തരത്തിലുള്ള ഒരു കൃത്യമാണ്, അനുകൂലമായ ഒരു വലിയ ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു പ്രകടനം. എന്നാലും പടച്ചവനെ ഇത്ര കൃത്യമായ സനത് വായിച്ചൊരു സാഹചര്യത്തിൽ അതിനെ എതിർക്കുന്ന തെളിവ് എവിടെ? ഈ ഒരു പ്രശ്നം ആ സമ്മേളനം കോഴിക്കോട് നടത്തുന്നതിന്റെ തൊട്ട് തലേ ദിവസം വരെ നിലനിന്നിരുന്നു. നമുക്കൊരു ആത്മധൈര്യമാണല്ലോ, റസൂലുള്ള തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ സംഘടനയോട് പോലും ഒരു ബന്ധം പോലും ഇല്ലാത്ത, കേവല പരിചയം മാത്രമുള്ള ഒരു സുഹൃത്ത് എന്നെ ടെലിഫോണിൽ വിളിക്കുന്നത്. നമ്മൾ ഈ പരിപാടി നടത്തുന്നുണ്ടെന്ന് അവർക്കറിയാം, വാർത്താ മാധ്യമങ്ങളിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ കഴിഞ്ഞ ലക്കം സുന്നി വോയിസ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ വാകം അഹമ്മദ് ഖസർജി കൊടുത്തതുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏത് വിവരത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കാം. ഉടനെ കോഴിക്കോട് ടെലിഫോൺ ചെയ്തു, ഏൽപ്പിച്ചു, സംഘടിപ്പിച്ചു. വായിച്ചു നോക്കുമ്പോ ഇവിടെ മർക്കസിൽ വായിച്ചു കേൾപ്പിച്ച ആ സനദിന് പരമ്പരക്ക് നേരെ ഘടകവിരുദ്ധമായ മറ്റൊരു പരമ്പര അഹമ്മദ് ഖസർജി സുന്നി വോയിസ് എന്ന കാന്തപുരം ചീഫ് എഡിറ്ററായ പത്രത്തിന് അഭിമുഖത്തിൽ നൽകിയിരിക്കുന്നു. ആ മർക്കസിൽ വായിച്ച സനദിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഇവിടെ അഹമ്മദ് ഖസർജിയുടെ അഭിമുഖത്തിൽ പ്രസിദ്ധീകരിച്ച സനദിലുള്ളത്. അപ്പൊ 100% നമുക്ക് ബോധ്യപ്പെട്ടു, പ്രകടമായി അവിടെ വായിച്ച സനദെല്ലാം കൃത്യമായി പറയാനുള്ള തെളിവ്, രണ്ടാമത്തെ അനുകൂലമായ ഘടകം, പിറ്റേന്ന് പരിപാടി നടത്തുമ്പോഴേക്ക് ധൈര്യമായി പറയാനുള്ള അവസരം ഞാൻ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ നമിച്ചു. മൂന്നാമത്തെ സാഹചര്യം,
ഇതുമായി ബന്ധപ്പെട്ട് ഈ മുടി എവിടെ നിന്ന് കിട്ടി എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ അന്വേഷിച്ചാലും, കാരണം ഇദ്ദേഹത്തിന് ഡൽഹിക്കടുത്ത മർഹര ഷെരീഫിൽ നിന്ന് മുടി കിട്ടിയതൊരു പരാമർശം എന്നല്ല, അത് ആദ്യ മുടി. പക്ഷെ എവിടെയാണ് ഈ മുടിയുടെ അടിസ്ഥാനം എന്ന് നമ്മൾ പല നിലക്കും അന്വേഷണം ഒരു പിടുത്തവും കിട്ടാതെ നടക്കുന്ന നമ്മൾക്കിടയിൽ ഈ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഒരു ഞായറാഴ്ച സുഹൃത്ത് ഹുദവിയുടെ കല്യാണം ചമ്മാടിനടുത്ത്, ആ കല്യാണ വീട്ടിൽ കുറെ വൈകിയാണ് എത്തിയത്. 2:30 മണിയായി. ടൈം വളരെ വൈകിയിട്ടുണ്ട്. കല്യാണമൊക്കെ സമാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-4 ആളുകളൊക്കെ സംസാരിച്ചിരിക്കുന്നുണ്ട്. എന്നാലും അവിടെ കയറി പോരാനത് കയറി ചെന്നപ്പോ ഈ തിരക്കില്ലാത്ത സമയമായതുകൊണ്ട് നമ്മുടെ ഒരു മാന്യ സുഹൃത്ത് സംസാരിച്ചു. ഒരു ഫൈസിയാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതിനെക്കുറിച്ച് പരാമർശം പറഞ്ഞു. കാന്തപുരത്തിന്റെ മകൻ എഴുതിയൊരു പുസ്തകം കിട്ടിയെന്ന് നിങ്ങൾ ചോദിച്ചു. ഇല്ല, അങ്ങനെ പുസ്തകം കിട്ടിയില്ല, മുടിനെ കുറിച്ച് മാത്രമാണ് ആ പുസ്തകം തന്നു. അതെവിടെ ചോദിച്ചു. എനിക്ക് ഒരു ഏൽപ്പിക്കാരൻ തന്നതാണ്, ഞാൻ ഉസ്താദിന് വേണമെങ്കിൽ തരാം, പക്ഷെ ഞാൾക്ക് വേണ്ടിയാണെങ്കിൽ ഫോട്ടോ കോപ്പി ഉസ്താദ് തിരിച്ചു തന്നാൽ, ഇല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് തന്നു. എവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചു. ഇപ്പൊ എന്റെ പള്ളിയിലുണ്ട് പറഞ്ഞു. പോയി വാങ്ങി സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് നോക്കുമ്പോ അതിലാണ് ഈ 2 മുടിയെ കുറിച്ചുള്ള ഡീറ്റെയിലായി നമുക്ക് അവരെ എതിർക്കാനുള്ള എല്ലാ തെളിവുകളും. മാത്രമല്ല, ബോംബെയിലെ ഇക്ബാൽ ജാലിയ പറയുന്നതാണ് കാന്തപുരത്തിന് മുടി കിട്ടിയെന്ന് കാന്തപുരം മറച്ചുവെച്ച സത്യം മകൻ അറിയാതെ എഴുതി വെച്ചത്. ആ പുസ്തകം അന്നൊരു കോപ്പി നമുക്ക് അത് കിട്ടിയെന്നാൽ രണ്ടാമത്തെ ഒരു കോപ്പി പിന്നെ എവിടുന്നും ആർക്കും കിട്ടിയിട്ടില്ല. മൊത്തം ആ കോപ്പി പുറത്തിറങ്ങിയ ഉടനെ തന്നെ നമ്മൾ പ്രശ്നമാക്കുന്നതിന് മുമ്പ് തന്നെ അവർ പിൻവലിച്ച് കാണണം, ഇത് കാര്യം പ്രശ്നങ്ങളാവും എന്ന് മനസ്സിലാക്കി. ആ ഒരൊറ്റ കോപ്പിയാണ് നമുക്ക് അന്നങ്ങനെ കിട്ടിയത്. ഈ കോപ്പിയിലുള്ള വിവരം വെച്ച് അന്വേഷണം നടത്തിയാണ് ബോംബെയിലെ ഇക്ബാൽ ജാലിയവാലയെ കണ്ടെത്തിയത്. നമ്മൾ വ്യാജമാണ് ഈ മുടിയിൽ സ്ഥാപിക്കാൻ ആവശ്യമായ മുടികൾ കൊണ്ടുവരാൻ നമുക്ക് സഹായകമായത്. 4ാമത്തെ അനുകൂലമായ ഒരു ഘടകം, ഈ മുടിക്ക് സനദില്ലെങ്കിലും മുടിയെ ബഹുമാനിക്കണം എന്ന് പറയുന്ന ഒരു ഇബാറത്ത് കാന്തപുരം കോട്ടക്കൽ നടന്ന ഉലമാ സമ്മേളനത്തിൽ വായിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ സീഡിയിൽ ആ പുസ്തകം ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു നീല കളറുള്ള ഒരു പുസ്തകം, ഒരു വലിയ പേര് പറഞ്ഞ അദ്ദേഹം എഴുതിയ പുസ്തകമാണ്, കിതാബാണെന്ന് പറഞ്ഞാൽ ഉദ്ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കിതാബ് നമ്മുടെ ലൈബ്രറികളിൽ പൊതുവെ ലഭ്യമല്ല. പക്ഷേ ഈ കിതാബ് എന്താണ് അതിൽ പറയുന്ന വിവരങ്ങൾ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് പെട്ടെന്ന് സാധിക്കുന്ന സംവിധാനങ്ങൾ നിലവിലായിരുന്നു. നെറ്റിൽ പോലും കിട്ടുന്ന അങ്ങനത്തെ അറിയപ്പെട്ട കിതാബൊന്നുമില്ല. പക്ഷേ ആ കിതാബ് കാന്തപുരം പ്രദർശിപ്പിച്ച അതിലെ ആ ഒരു ഉദ്ധരണി വായിക്കുന്നതിന്റെ തൊട്ട് തലേന്നോ ഒരു ദിവസത്തിൽ ഞാൻ ഏതോ ഒരു സ്ഥലത്തൊരു പരിപാടി കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ ഒരു സുഹൃത്ത്, എനിക്ക് ഇന്നും അദ്ദേഹം ആരാണെന്ന് കൃത്യമായി അറിയില്ല, ഉസ്താദെ മുടിയെ കുറിച്ച് ഒരു കിതാബ്, ഒരു അറബി കിതാബിന്റെ അടുത്തുണ്ട്, ഉത്തരേന്ത്യയിലെ പണ്ഡിതന് എഴുതിയതാണ്, ഒരു പക്ഷെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും, ഞാൻ തരട്ടെ എന്ന് ചോദിച്ചു. തരുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അദ്ദേഹം പോയി. അതിനു മുമ്പും ശേഷവും ഞാനും അദ്ദേഹം പിന്നെ ബന്ധപ്പെട്ടിട്ടില്ല. ആ കിതാബ് കളർ ചട്ടങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാന്തപുരത്തിന്റെ വീഡിയോസ് കാണുമ്പോൾ ആ സെയിം പുസ്തകം തന്നെ അല്ല ഈ കയ്യിലുള്ള കിട്ടിയ പുസ്തകം ഒത്തു നോക്കുമ്പോൾ കറക്റ്റാണ്, അതേ പുസ്തകമാണ് ഈ പുസ്തകം. അപ്പൊ കാന്തപുരം അവിടെ വായിച്ച ആ ഭാഗത്തിന്റെ വിശദാംശങ്ങൾ ഫുള്ള് വായിച്ചാൽ മുഴുവൻ കാന്തപുരത്തിന് ഓപ്പോസിറ്റ് ആണ്. നമുക്കതിനെ കാന്തപുരത്തിനെ എതിർക്കാനുള്ള എല്ലാ തെളിവുകളും അതോടുകൂടി അവിടെയും ലഭ്യമായി. ഇങ്ങനെ ഇതിന്റെ ഓരോ ഘട്ടങ്ങളും കൃത്യമായി അടിസ്ഥാനപരമായി നമുക്ക് ആത്മീയമായി മനോബലം നൽകുന്ന ഒരു വലിയ യാഥാർത്ഥ്യം എന്റെ മുമ്പിലുണ്ട് എന്ന കാര്യം ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഈ 4 പ്രകടമായ ചില അനുകൂല ഘടകങ്ങൾ, ശുഭലക്ഷണങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ തുടക്കത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് സാന്ദർഭികമായി പങ്കുവെക്കുന്നത്, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമരം അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ സത്യത്തിന്റെ മാർഗത്തിലാണെന്ന 100% ആത്മവിശ്വാസം പകരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് ഇത് ഒരു വലിയ ഘട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് പോലും സംഘടനാ തലത്തിൽ ന്യായീകരിക്കാൻ ഒരു നിലയിലും സാധിക്കാത്ത വിധം ഗുരുതരമായ പ്രതിസന്ധി സംഘടനാ രംഗത്ത് ഈ വിഷയത്തിൽ അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ മുടിയെക്കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവാദങ്ങൾ പത്രങ്ങളിൽ എഴുതിയാലും അവർക്ക് പ്രതികരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം നിലവിലുണ്ട്. കാരണം അവരുടെ സംഘടനാ ശരി ഒരു വിധാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ഏറ്റവും പുതിയ സാഹചര്യം വെച്ച് ഇന്നലെ മുഖ്യമന്ത്രി ഒരു ഉന്നത തലത്തിലുള്ള അന്വേഷണം ഇതിനു വേണ്ടി പ്രഖ്യാപിക്കുമെന്നും കൊടുത്ത അഫിഡവിറ്റ് തിരുത്തി അതിന്റെ യഥാർത്ഥ രീതിയിലുള്ള അഫിഡവിറ്റ് വീണ്ടും കോടതിയിൽ നൽകുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ പോസിറ്റീവായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ആ അന്വേഷണവും ഹൈക്കോടതിയിലെ അഫിഡവിറ്റും തുടർന്നുള്ള കേസും ഏത് നിലയിൽ പോകുമെന്ന് കണ്ടറിയും. ഈ
മുടിയുമായി മാത്രം ഈ വെള്ളം കൊടുത്താൽ ജനങ്ങളെ കിട്ടൂല എന്ന് കണ്ടപ്പോൾ പുതിയ മദീനത്ത് നിന്ന് കൊണ്ടുവരൽ ഹറാമായ മണ്ണ് അദ്ദേഹം കൊണ്ടുവന്ന് കലക്കി കൊടുത്തു എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന്റെ മതവിധി ചോദിച്ചിട്ട് ഒരക്ഷരം പോലും ഈ നിമിഷം വരെ പ്രതികരിക്കാൻ അവരുടെ പണ്ഡിത സഭയിൽ എത്ര ആളുകളുണ്ട് തയ്യാറാകാത്ത സാഹചര്യം. കാരണം അവർക്ക് മറുപടി പറയാൻ കഴിയില്ല. ആ നിലയിൽ ആ മേഖലയിൽ അവർ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ഭാഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആശയപരമായി ആദർശമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് വേറിട്ട് നിന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം നിലവിലില്ലാത്ത ചുറ്റുപാട് അവിടെ ഉണ്ട്. മറുഭാഗത്ത് അത് യഥാർത്ഥത്തിൽ മഹാന്മാരായ നമ്മുടെ ഉലമാക്കൾ, പ്രത്യേകിച്ചും ശംസുലമയും കണ്ണിയത്ത് ഉസ്താദും ഒക്കെ പറഞ്ഞ പ്രസ്താവനകൾ നേരിട്ട് കേട്ട ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരൊക്കെ ആ നാവ് കൊണ്ട് പറഞ്ഞത് അവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സ്ഥിതിഗതികൾ. മറുഭാഗത്ത് കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കാനുണ്ടായ പശ്ചാത്തലം തന്നെ 14 നൂറ്റാണ്ട് കാലത്തെ കളങ്കമില്ലാത്ത സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് കത്തിവെച്ചുകൊണ്ട് സുന്നി ജനകോടികളെ മുശ്രിക്കുകളാക്കി ചിത്രീകരിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നതായിരുന്നു ഇങ്ങനെ സംഘടന രൂപീകരിക്കാൻ ഇടയാക്കിയത്. അവരെ ചെറുത്തു നിൽക്കാനും യാഥാർത്ഥ്യ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും. അന്ന് മുതൽ ഇന്ന് വരെ അവരുടെ സകലമാന ഗ്രന്ഥങ്ങളും ആനുകാലികങ്ങളും പരിശോധിച്ചു നോക്കിയാൽ നമ്മളെ മുശ്രിക്കാക്കാനുള്ള ഒരു ബേസ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ അവർ എഴുതി വെച്ചതും പഠിപ്പിച്ചതും പ്രസിദ്ധീകരിച്ചതും പ്രചരിപ്പിച്ചതും പ്രസംഗിച്ചതും അവരെ ഒക്കെ ഇന്നും നിലനിൽക്കുന്ന അവർ വിശ്വസിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നൊരു പുതിയ അർത്ഥകൽപ്പന നടത്തിക്കൊണ്ടായിരുന്നു. പൂർവ്വകാലത്തെ നമ്മുടെ പണ്ഡിതന്മാർ ചോദിച്ചു, ഇങ്ങനൊരു അർത്ഥം ലോക ചരിത്രത്തിൽ ആരാണ് തൗഹീദിന്റെ വചനത്തിന് നൽകിയത്? അവസാനം വെളിയംകൊടുക്കെ ഉമർ മൗലവി പറഞ്ഞത് അത് സയ്യിദ് റഷീദ് റിള പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 1935 അന്തരിച്ച ആധുനിക പണ്ഡിതനല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി എഴുതി, ഫന്നുർ ഇലാമാ കാല ലാമൻ കാല, പറഞ്ഞ ആശയം നോക്കിയാൽ മതി, പറഞ്ഞ ആള് പുതിയതാ പഴയതാ നോക്കേണ്ടതില്ല എന്ന മറുപടി അദ്ദേഹം പറഞ്ഞു. എന്ന ഫലത്തിൽ ഏറ്റവും പുതിയ ഈ ഒരു അർത്ഥം, ഇയാൾ നൽകിയ ഈ അർത്ഥം പിടിച്ചാണ് ഇവർ നമ്മൾ മുശ്രിക്കാക്കിയത്. വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസവിധത്തിലെത്തി, യാ റസൂലല്ലാഹ് നസ്തശ്ഫിഉ ബിക, നബിയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യണം ഞങ്ങളെ കാര്യങ്ങൾ നേരെയാകാൻ എന്ന് പറഞ്ഞ് തങ്ങളോട് സഹായം തേടിയാൽ തങ്ങൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതും നമ്മളെ സഹായിക്കുന്നതും മറഞ്ഞ വഴിക്കാണ്. നമ്മളത് ആ മറഞ്ഞ വഴിക്ക് പ്രവാചക തിരുമേനിക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലാന്ന് തൗഹീദിന്റെ ആദർശത്തിനെതിരായി നബി തങ്ങൾക്ക് അങ്ങനെ സാധിക്കുമെന്ന് വിശ്വസിച്ചത് കൊണ്ട് ഞങ്ങൾ മുശ്രിക്കുകളായി എന്ന ഒരു വിശദീകരണമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഈ കഴിഞ്ഞ 8.5 പതിറ്റാണ്ട് കാലം 9 പതിറ്റാണ്ട് കാലമായി തുടർന്നത്. യഥാർത്ഥത്തിൽ ഇന്നവർ എത്തി നിൽക്കുന്ന ഒരു ദയനീയമായ ചിത്രം കാന്തപുരം വിഭാഗത്തെ പോലെ തന്നെ ആദർശപരമായി പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ഒരു ദയനീയമായ സാഹചര്യം അവരുടെ കൺമുമ്പിൽ നിന്നുണ്ട്. ഇന്ന് മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹുവല്ലാതെ മറ്റു ചില സൃഷ്ടികളുമുണ്ടെന്ന് അവർ സ്ഥിരീകരിക്കാനും സമ്മതിക്കാനും പച്ചയായി അത് പരസ്യപ്പെടുത്താനും നിർബന്ധിതമായ സാഹചര്യമുണ്ട്. അതാണ് ജിന്ന് പിശാചുമായി ബന്ധപ്പെട്ട വിവാദത്തിലെ മർമ്മം. ജിന്നിന് മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കും, പിശാചിന് മറഞ്ഞ വഴിക്ക് ഉപദ്രവം ചെയ്യും. അള്ളാഹുന് മാത്രമല്ല, അത് ഇസ്ലാമിന് സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് നമ്മൾ ഇത്രയും കാലം പറഞ്ഞ അർത്ഥം എന്തായി എന്നതിന് ആ അർത്ഥത്തിന് പുതിയൊരു വ്യാഖ്യാനം നൽകിക്കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി സൈദ്ധാന്തികമായി അവതരിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ സക്കരിയ സലാഹിയും കൂട്ടരും രംഗത്ത് വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ 5-6 കൊല്ലക്കാലം മുജാഹിദ് പ്രസ്ഥാനം മൊത്തം അത് അംഗീകരിച്ച് മുന്നോട്ട് പോയെങ്കിലും പക്ഷേ അവസാനം പ്രതിസന്ധിയിലാവുന്ന കണ്ടപ്പോൾ അവരെ മാറ്റി നിർത്തി വീണ്ടും മുജാഹിദ് പ്രസ്ഥാനം പഴയ അർത്ഥത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയും എന്നാൽ പഴയ അർത്ഥവും സ്ഥാപിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം അവരുടെ കൺമുമ്പിലുണ്ട്. എന്ന് വെച്ചാൽ സക്കരിയ സലാഹി വിഭാഗം പറഞ്ഞ മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കും കഴിയും. പക്ഷെ മറഞ്ഞ വഴി എന്നുള്ളത് ശരിയാണ്. പക്ഷെ മറഞ്ഞ വഴിയിൽ പെട്ടതല്ല ജിന്നും പിശാച്ചും. മറഞ്ഞ വഴി എന്നാണ് അതിന്റെ അപ്പുറമുള്ള സൃഷ്ടികളുടെ കഴിവിലൊക്കെ അതീതമായ കഴിവിനെ ഉദ്ദേശമുള്ളൂ എന്നൊരു വ്യാഖ്യാനമാണ് അവർ നൽകിയത്. അതേസമയം ഔദ്യോഗിക വിഭാഗം മറഞ്ഞ വഴി എന്നതിൽ ജിന്നും പിശാച്ചും പെടും എന്ന് പറയുമ്പോൾ തന്നെ, അപ്പൊ ജിന്നിനോടോ പിശാച്ചിനോടോ മറഞ്ഞ വഴിക്ക് തേടാൻ പാടില്ല, തേടിയാൽ ശിർക്കാകും എന്ന് പറയുമ്പോൾ തന്നെ
ഈ ജിന്നിനും പിശാചിനും മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യുമെന്ന് ഔദ്യോഗിക മുജാഹിദ് പ്രസ്ഥാനം ഇന്നും സമ്മതിക്കുന്നു മാത്രമല്ല, ഈ വിവാദത്തോടനുബന്ധിച്ച് കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച ഏറ്റവും വലിയ പുതിയ പുസ്തകം ജിന്ന് പിശാച്ച് റുഖിയ ശർഇയാണ്. റുഖിയ ശർഇയാണ് മലയാളത്തിൽ അവർക്കും വഴിയുണ്ട്. മന്ത്രം അർത്ഥം മതപരമായി അനുവദിക്കപ്പെട്ട മന്ത്രം. അത് പച്ച മലയാളത്തിലെ തനക്ക് പ്രയാസമുള്ളത് കൊണ്ട് ആ നിലയിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറയുന്നത് അതിന്റെ ആകത്തുക മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ പിശാചിനും ജിന്നിനും കഴിയും, പക്ഷേ അവരോട് സഹായം ചോദിച്ചാൽ ശിർക്കാകുമെന്ന്. അതെങ്ങനെ അങ്ങനെ എന്നതിനൊരു ഉത്തരം ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അതായത് മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ അല്ലാത്തവർ കഴിയുമെന്ന് വിശ്വസിച്ചാൽ തന്നെ തൗഹീദിൽ പങ്കു ചേർക്കലായല്ലോ. സഹായം തേടൽ മറ്റൊരു ശിർക്ക. ഇപ്പൊ നമ്മൾ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. ആ ഇലാഹിനോട് തേടൽ അടുത്ത ശിർക്ക. ഇതുപോലെ ഇപ്പൊ നിലവിലുള്ള കേരള ജംഇയ്യത്തുൽ ഉലമ മുജാഹിദ് പ്രസ്ഥാനം മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ ജിന്നിനും പിശാചിനും കഴിയും എന്ന് സമ്മതിക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ. തേടൽ ശിർക്കാണെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ വിരോധാഭാസം. അങ്ങനെ കഴിയും എന്ന് സമ്മതിച്ചാൽ തന്നെ ശിർക്ക് വന്നു. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയത്തിൽ ഒരു വിശദീകരണം ഈ നിമിഷം വരെ നൽകാൻ സാധിച്ചതായി അറിവില്ല. അവരെ പ്രസിദ്ധീകരണം ഔദ്യോഗിക വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. സക്കരിയ വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ ആ പഴയ വിശദീകരണങ്ങൾ വീണ്ടും വീണ്ടും വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലം. ആകെ മൊത്തം നോക്കിയാൽ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവരുടെ അണികൾക്കിടയിൽ പോലും വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്ത ഒരു ഗുരുതരമായ പ്രതിസന്ധി. മറ്റൊരു ഭാഗത്ത് വലിയൊരു വിഭാഗം ചേരിതിരിഞ്ഞ് സ്വഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസുകളെ പച്ചയായി നിരാകരിച്ചുകൊണ്ട്, എത്രത്തോളം വെച്ചാൽ അവരുടെ വാക്ക് എഴുതി വെച്ച വാക്കുകൾ ബുഖാരി അല്ല ബുഖാരിന്റെ വാപ്പ പറഞ്ഞാലും അങ്ങനത്തെ ഹദീസ് ഞാൻ സ്വീകരിക്കൂല എന്ന നിലയിൽ അവർ ടോപ്പ് ലീഡർമാർ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും ഒരു വിഭാഗം മുന്നോട്ട് പോകുമ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ ചേകനൂരിന്റെ മാർഗത്തിലേക്ക് അടുത്തെത്തി കഴിഞ്ഞു എന്ന് ഈ വിഭാഗം ആരോപിക്കുന്നു. സത്യം അങ്ങനെ തന്നെയാണ് വേണം. ഇങ്ങനെ ഒരു 4-5 ചേരിയായി തമ്മിലടിച്ചുകൊണ്ട് രൂക്ഷമായ നിലയിൽ ലഘുലേഖകളും സീഡികളും പരസ്പരം ഇറക്കിക്കൊണ്ട് നാട്ടിൽ അടിച്ചു പിരിഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയിൽ ആ സമ്മേളനം വന്നത്. ഈ സ്റ്റേറ്റ് സമ്മേളനം വന്നപ്പോൾ സ്റ്റേറ്റ് സമ്മേളനം ഔദ്യോഗിക വിഭാഗത്തിന്റെ ശക്തി പ്രകടിപ്പിക്കാനുള്ള എല്ലാ പണവും വാരി വതറി നല്ലൊരു സമ്മേളനമായി നടത്താനുള്ള ശ്രമം നടത്തിയപ്പോൾ നമ്മൾ നാട്ടിൽ കണ്ട ഏറ്റവും വലിയ സാഹചര്യം, മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണം അവസാനത്തെ 1.5 മാസം വരെ എവിടെ നടന്നില്ല. നടന്ന സ്ഥലങ്ങളിൽ ഈ സമ്മേളന പ്രചരണം നടത്താനും സ്റ്റേജ് കെട്ടാനും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാനും കാരണവന്മാരായ കുറച്ച് ആളുകൾ മാത്രം, അവിടുത്തെ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ മൊത്തം പുറത്താക്കപ്പെട്ട സക്കരിയ മുജാഹിദ് ബാലുശ്ശേരി വിഭാഗത്തിന്റെ കൂടെയാണെന്ന അനുഭവത്തിൽ നമ്മൾ നാട്ടിൽ കണ്ട വിഷയം. അങ്ങനെ മുന്നോട്ട് പോയി മാത്രമല്ല സമ്മേളനം നടന്നു. സമ്മേളനം നടന്നപ്പോൾ സമ്മേളനത്തിൽ ഒരു ലൈനിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സുന്നത്ത് ജമാഅത്തിന്റെ നിരവധി ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ രംഗത്ത് വന്നിരുന്ന ഹുസൈൻ സലഫി അവിടെ പ്രസംഗത്തിൽ നിശ്ചയിക്കപ്പെട്ടാണ്. അദ്ദേഹം പ്രസംഗിച്ചു, നമ്മൾ ഇങ്ങനെ ഭിന്നത തുടരുന്നത് ശരിയല്ല, ഇതൊക്കെ ഒന്ന് മസ്ലഹത്താക്കണം. നമുക്ക് ഈ പ്രശ്നം മസ്ലഹത്താക്കാൻ വേണ്ടി വേണമെങ്കിൽ ഗൾഫ് നാടുകളിൽ നിന്ന് അറബ് ഷെയ്ഖുമാർ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു തീർക്കണം, നമ്മൾ ഇങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി ഉടനെ അദ്ദേഹത്തിനെതിരെ അവിടെ ഉള്ള നേതാക്കന്മാർ ചാടി എഴുന്നേറ്റ് പ്രതികരിക്കാൻ പ്രസംഗത്തിൽ തുടങ്ങിയ സമ്മേളനത്തിൽ നടക്കുന്ന കാര്യമാണത്. നാട്ടിലെ ട്രെൻഡ് അറിയാതെ ഗൾഫിൽ നിന്ന് ഓരോരുത്തരുടെ ഇറങ്ങി വന്നിട്ട് മസ്ലഹത്താക്കണം. എന്ത് മസ്ലഹത്ത്? ഷിർക്കുമായി ഒരു കോംപ്രമൈസും ഇല്ല, മറുവിഭാഗം മുശ്രിക്കുകളാണ്, മുശ്രിക്കുകളുമായി അഡ്ജസ്റ്റ്മെന്റ് പ്രശ്നമില്ലാതെ പറഞ്ഞുകൊണ്ട് തുടർന്ന് ഇദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പലരും പ്രസംഗിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് സമ്മേളനാനന്തരം ലഘുലേഖകളും നോട്ടീസുകളും ഇറങ്ങിയെന്ന് മാത്രമല്ല, ഇപ്പൊ ഹുസൈൻ സലഫിയുടെ നേതൃത്വത്തിൽ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടായി. 6ാമത്തെ ഗ്രൂപ്പ് രംഗത്ത് വന്ന് തിരൂരിൽ സമ്മേളനം വെച്ചിരിക്കുകയാണ്. ഞാൻ വരുന്ന സമയത്ത് അവർ സമ്മേളനം കഴിഞ്ഞിട്ടില്ല. ഈ നിലയിൽ അവർ ഒരു ഭാഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മൊത്തം മുജാഹിദ് പ്രസ്ഥാനം കടുത്ത പ്രതിസന്ധികളും ആശയപരമായ സംഘടനകളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും അവർക്ക് ഒരാശയപരമായി അവർ ഒരുപാട് കാലം പിടിച്ചു നിന്നിരുന്ന ഈ തൗഹീദ് എന്ന ഭദ്രമായ അവരുടെ ആ എന്താണ് ആ തൗഹീദ്, നമ്മളെ മുശ്രിക്കാക്കാൻ എന്താണ് ന്യായം എന്ന് പറയാൻ സാധിക്കാത്ത വിധം കടുത്ത ആശയക്കുഴപ്പത്തിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. യഥാർത്ഥത്തിൽ 1 നൂറ്റാണ്ട് പോലും തികക്കാനാകാതെ മുജാഹിദ് പ്രസ്ഥാനം ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കഴിയും എന്ന കാര്യം സുനിശ്ചിതമായിട്ടുണ്ട്. നാട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്നോ പ്രതിസന്ധിയിലാണ്. അവരിതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടാനും അടിമവേല ചെയ്യപ്പെടാനും അനുസരിക്കപ്പെടാനും അർഹനായ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പൊ അനുസരിക്കപ്പെടേണ്ടത് അള്ളാഹുവിന്റെ ഭരണകൂടത്തെ മാത്രം. അള്ളാഹുവിന്റെ തലത്തെ ഭരണകൂടത്തെ അനുസരിച്ച്
മത്സരിക്കൽ ഷിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നിരന്തരം പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ജമാഅത്തെ ഇസ്ലാമി ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു, എഴുതി, നീണ്ട ലേഖനങ്ങളും പുസ്തകങ്ങളും അവരെഴുതി പ്രസിദ്ധീകരിച്ചു, ഈ ഗവൺമെന്റിന് വോട്ട് ചെയ്യൽ ഷിർക്ക, ഇലക്ഷനിൽ പങ്കെടുത്ത് മത്സരിക്കൽ ഷിർക്ക, ഈ ഗവൺമെന്റ് സ്കൂളുകൾക്ക് കുട്ടികളെ പഠിക്കാൻ പറഞ്ഞേക്കൽ ഷിർക്ക, ഈ ഗവൺമെന്റ് സ്കൂൾ മാനേജ്മെന്റ് സ്കൂളുകൾ നടത്തൽ ഷിർക്ക, ഈ ഗവൺമെന്റ് കീഴിൽ കോടതിയിൽ പോകൽ ഷിർക്ക, ഈ ഗവൺമെന്റിൽ ഉദ്യോഗം സ്വീകരിക്കൽ ഷിർക്ക, ഇതൊക്കെ ഗവൺമെന്റിന്റെ അനുസരിക്കൽ ഷിർക്കാണെന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ അർത്ഥത്തിന്റെ ആധാരമാക്കിയായിരുന്നു. എന്നാൽ അതേ ജമാഅത്തെ ഇസ്ലാമി എല്ലാം അംഗീകരിച്ചു, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഇന്ന് ആ ഷിർക്കായ രാഷ്ട്രീയത്തിൽ ഭാഗഭാഗിത്വം വഹിക്കാൻ വേണ്ടി സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഏറ്റവും വലിയ വിരോധാഭാസം സ്വന്തം ജീവിതത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദയനീയമായി ആശയപരമായ പാപ്പരത്വം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. യഥാർത്ഥത്തിൽ മഹാനായ മർഹൂം വാണിയപ്പൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതൊരു മതസംഘടനയല്ല, രാഷ്ട്രീയത്തിന്റെ കുപ്പായമണഞ്ഞ മതസംഘടനയാണെന്ന് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അക്ഷരാർത്ഥത്തിൽ നിന്നത് പുലർന്നിരിക്കുകയാണ്. നിലവിൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ വളരെ അന്തസ്സായി ആത്മാഭിമാനത്തോടുകൂടി സമസ്ത കേരള ജനം ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാനപരമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശം 100% സത്യസന്ധമാണെന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഏതൊരു കേരളീയ മുസ്ലിം സുഹൃത്തിനും ബോധ്യമാകുന്ന സാഹചര്യം സംജാതമായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ, നമ്മുടെ ഏറ്റവും വലിയ ദൗർബല്യം നമുക്കൊരു ദിനപത്രമില്ല എന്നതായിരുന്നു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ സമസ്ത കേരള ജനോത്തമ തന്നെ മുൻകൈയെടുത്ത് എല്ലാ ഘടകങ്ങളെയും പിൻബലത്തോടുകൂടി സുപ്രഭാതം എന്ന ദിനപത്രം ഡിക്ലറേഷൻ വാങ്ങി അത് പ്രസിദ്ധീകരിക്കാൻ ആവശ്യമായ പ്രാഥമികമായ അതിന്റെ സംവിധാനങ്ങൾ മലയാളികളായ കേരളത്തിലെ സുഹൃത്തുക്കൾക്കിടയിൽ തന്നെ നടത്തി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിന്റെ പ്രത്യേക തീരുമാനമനുസരിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾക്കും അതിന്റെ കാശ് സംഘടിപ്പിക്കാനും വേണ്ടി പ്രത്യേക തരത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ റേഞ്ച് തലത്തിലേക്ക് ഇറങ്ങി ദ്രുതഗതിയിൽ നാട്ടിൽ നടന്നു വരികയാണ്. നാട്ടിൽ ഏകദേശം പ്രവർത്തനം പൂർത്തിയായ ശേഷമാണ് വിദേശ രാജ്യത്ത് നിങ്ങളുമായി ബന്ധപ്പെടാൻ തീരുമാനിച്ചിട്ടുള്ളത്. വിജയകരമായി ആ ഒരു ദിനപത്രം എന്ന നമ്മുടെ എല്ലാ ആശയം നടപ്പാക്കാനുള്ള സാഹചര്യവും സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അർത്ഥത്തിലൊക്കെ ഒരു അനുകൂലമായ നല്ലൊരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന ഘട്ടം നിലവിൽ. അതോടൊപ്പം അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് റബീഉൽ അവ്വൽ മാസമാണ്. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വൈവിധ്യമാർന്ന പരിപാടികൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നബിദിനാഘോഷത്തിന്റെ ആധികാരികത പോലും ചോദ്യം ചെയ്യുന്നിടത്ത് മുജാഹിദ് പ്രസ്ഥാനത്ത് സാധിക്കാത്ത ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ തൊട്ടടുത്ത ദിവസം പോലും അവരെ പ്രസംഗം യാദൃശ്ചികമായി കേൾക്കാനിടയായി. അതിലവർ പറയുന്ന ഒരു പ്രധാന പോയിന്റ്, പ്രവാചകരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകർ സുന്നത്തിനെ സ്നേഹിക്കലാണ്, പ്രവാചകർ കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരലാണ്, അതിനപ്പുറം ഒരു സ്നേഹമില്ല എന്ന നിലയിൽ വ്യാപകമായി ഇന്നും അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ പ്രചാരത്തിന്റെ അടിസ്ഥാനം 100% വ്യർത്ഥമാണെന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരു മുസ്ലിം സുഹൃത്തിനും മനസ്സിലാക്കാൻ സാധിക്കും. സ്നേഹം വേണമെന്ന കാര്യത്തിൽ ഒരു തർക്കമല്ലല്ലോ. നമ്മൾ അറിയപ്പെട്ട ഹദീസാണ് എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മഹബത്തുള്ള ആളാകുന്നവരെ ഒരാളും യഥാർത്ഥ മുഅ്മിനല്ല. അത് റസൂലുള്ളാഹിന്റെ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാ. അതൊരു യാഥാർത്ഥ്യ. എല്ലാറ്റിനേക്കാളും നമുക്ക് മഹബത്ത് തങ്ങളോടായിരിക്കണം. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഹദീസും സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന പ്രസിദ്ധമാണ്. ഒരു യാത്ര ചെയ്യുമ്പോൾ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്, ഞാൻ കഴിച്ചാൽ തന്നു. നബി തങ്ങൾ പറഞ്ഞു, ലാ യാ ഉമർ ഹത്താ മിൻ നഫ്സിക്, ഉമറെ നിങ്ങൾ മുഅ്മിനാവൂല, ആയിട്ടില്ല, സ്വന്തം നഫ്സിനേക്കാൾ കൂടി ഞാൻ പ്രിയങ്കരനായിരിക്കണം. അപ്പൊ ഉമർ അല്ലാഹു തിരുത്തി, ഹത്താ മിൻ നഫ്സി, എന്നേക്കാൾ കൂടുതൽ കൂടി നബിയെ നിങ്ങളാണ് എനിക്ക് പ്രിയങ്കരൻ എന്ന് പറഞ്ഞപ്പോൾ അൽ ആൻ യാ ഉമർ, ഉമറെ ഇപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ മുഅ്മിനായതെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞും പ്രസിദ്ധമാണ്. ആ മഹബത്ത് ഒരു പ്രധാന, സ്നേഹം ഒരു പ്രധാനമാണ്. യഥാർത്ഥത്തിൽ സ്നേഹം എന്നത് നബി തങ്ങൾ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കലല്ല എന്ന കാര്യം തീർച്ച. എന്തുകൊണ്ടെന്നാൽ നബി പറഞ്ഞേ ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, സ്നേഹം അതല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു വൈകാരിക ഭാവമാണ്.
സ്നേഹം നമ്മുടെ മനസ്സിലാണ്, പ്രവൃത്തിയിലല്ല. നമുക്കൊരാൾ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലാണ് സ്നേഹം കൂടിക്കൊള്ളുന്നത്, പ്രവൃത്തിയിൽ സ്നേഹം കാണാൻ കഴിയില്ല. സ്നേഹം ഉള്ളിലാണുള്ളത്, മനസ്സിലാണുള്ളത്. അതൊരു വികാരമാണ്. യഥാർത്ഥത്തിൽ ആ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കപ്പെടുന്ന ആള് പറഞ്ഞതൊക്കെ നമ്മൾ ചെയ്യും എന്നുള്ളത് സത്യമാണ്. കാരണം സ്നേഹത്തിനെ പറഞ്ഞണമെന്ന് മാത്രമല്ല, പറയാതെയും ചെയ്യും. ഉദാഹരണമായി, എനിക്കെന്റെ ഉമ്മയോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ ഉമ്മാക്ക് ഫ്രൂട്ടുകളെ കൂട്ടത്തിൽ മുന്തിരിയാണ് ഏറ്റവും ഇഷ്ടമുള്ളത് സങ്കല്പിക്കാം. എന്താ എന്റെ ഉമ്മ എന്നോട് കുറച്ച് മുന്തിരി കൊണ്ടുവരണം എന്ന് എന്നോട് പറയണമെന്നില്ല. എന്റെ ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടം മുന്തിരിയാണ്. ഞാൻ കുറച്ച് മുന്തിരി വാങ്ങിക്കൊതി വെച്ച് കുറച്ച് മുന്തിരിയും വാങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ഉമ്മാന്റെ അടുത്തേക്ക് പോകും. പറയണമെന്നില്ല, പറയാതെ തന്നെ ഉമ്മാന്റെ താല്പര്യം പ്രവർത്തിക്കും. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹബത്ത്, മാനസികമായി ആത്മാർത്ഥമായ അടുപ്പവും സ്നേഹവും മനസ്സിലുണ്ടെങ്കിൽ നബി തങ്ങൾ പറഞ്ഞ എല്ലാ സുന്നത്തും നടപ്പാക്കുന്ന കാര്യം തീർച്ച സ്നേഹത്തിന്റെ പ്രകടനത്തിന്റെ ഒരു രൂപമാണത്. നേരെ സ്നേഹം നന്നാൽ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രം സ്നേഹം ഉണ്ടാവില്ല. ഉദാഹരണമായി, ഒരു സ്ഥാപനത്തിലെ ഒരു മാനേജർ, ആ മാനേജർ പറഞ്ഞത് തന്റെ കീഴിലുള്ള എല്ലാ ജീവനക്കാരും പറഞ്ഞതനുസരിച്ച് കേൾക്കും, പ്രവർത്തിക്കും, കമ്പനിയിൽ ജോലി ചെയ്യും, ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യും. പക്ഷേ മാനേജറോട് എല്ലാ ജീവനക്കാർക്കും സ്നേഹം ഉണ്ടായിക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ചും 5 മണിക്ക് വൈകിട്ട് ജോലി കഴിയേണ്ടതാണ്. മാനേജർ പെട്ടെന്നൊരു ഓർഡർ, ഇന്ന് 6 മണി വരെ എല്ലാവരും 1 മണിക്കൂർ ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, അടിയന്തരമായി കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാണ്ട്. എല്ലാവരും ഷാർപ്പ് 5 മണിക്ക് ഞാൻ പുറത്തിറങ്ങി ഇന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യണം, നമുക്ക് ഇന്ന ഓർഡർ, കാരണം നമുക്ക് തെറ്റി 1 മണിക്കൂർ പഴക്കാണ്. പക്ഷെ മാനേജർ പറഞ്ഞത് കേൾക്കാതിരിക്കാൻ നിർവാഹമല്ല, ഇല്ലെങ്കിൽ എന്റെ ഭാവി ജോലിയെ ബാധിക്കും. അതുകൊണ്ട് എല്ലാ ജീവനക്കാരും കേട്ടു 1 മണിക്കൂർ ഓവർ ടൈം എടുത്തു. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ജീവനക്കാർക്കും മാനേജറുടെ വെറുപ്പ്. മാനേജർ പറഞ്ഞു ചെയ്തു, പക്ഷെ ഉള്ളിൽ സ്നേഹമില്ല, വെറുപ്പാണ്. അപ്പൊ പറഞ്ഞത് ചെയ്യലാണ് സ്നേഹം എന്ന് പറഞ്ഞത് വ്യർത്ഥമായ, അർത്ഥശൂന്യമായ ഒരു വാദഗതിയാണ്. ആ വാദഗതിയാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം നബിദിനാഘോഷ പരിപാടികൾ വിമർശിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന ഒന്നാമത്തെ ഒരു തെളിവ്. യഥാർത്ഥത്തിൽ ആ തെളിവ് ബാലിശമാണ്, നിലനിൽക്കുന്നതില്ല. നമുക്ക് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വേണ്ടത് ആത്മാർത്ഥമായ സ്നേഹമാണ്, മഹബത്താണ്. ആ മഹബത്ത് ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കൂ. അത് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ പ്രകടമായി നമുക്ക് കാണാനും സാധിക്കും. ഒരു സുന്നി മജ്‌ലിസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വൈകാരികമായി ഒരു പ്രഭാഷകൻ അവതരിപ്പിച്ചാൽ ആ ഇരിക്കുന്ന ആളുകളെ കണ്ണുകളിൽ നിന്ന് കണ്ണ് ചുവപ്പാവുകയും കണ്ണുകളിൽ നിന്ന് കണ്ണീർ കണങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നേരെ മറിച്ച് ഒരു മുജാഹിദ് മജ്‌ലിസിൽ, ജമാഅത്ത് മജ്‌ലിസിൽ റസൂലുള്ളാഹിനെ കുറിച്ച് എത്ര വൈകാരികമായി പറഞ്ഞ ഒരാളെ മുഖത്തും ഒരു ഭാവഭേദവും കാണില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. മഹബത്തിന്റെ പ്രത്യേകത, നമുക്ക് മഹബത്താണുള്ളത്. ആ മഹബത്തിന്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ പ്രവാചകവുമായി ബന്ധപ്പെട്ട, മീലാദുമായി ബന്ധപ്പെട്ട ഓരോ ഘടകങ്ങൾ വെവ്വേറെ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നബിദിനാഘോഷ പരിപാടികൾ തീർത്തും ന്യായമാണെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ പ്രവാചക പ്രകീർത്തനം, അതാണല്ലോ നബിദിനത്തിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗം. അങ്ങനെ പ്രവാചകനെ പ്രകീർത്തിക്കുന്നത് ശരിയല്ല, അത് വ്യക്തിപൂജയിലേക്ക് നയിക്കും, ശിർക്കിലേക്ക് നയിക്കും എന്നാണ് ഇവർ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിക്കുന്ന ആ രീതി സ്വഹാബത്തിന്റെ ജീവചരിത്രം പരിശോധിച്ചാൽ സ്വഹാബത്തിൽ പ്രസിദ്ധരായ ആളുകൾ പ്രവാചകരെ പ്രകീർത്തിച്ചുകൊണ്ട് ധാരാളം പദ്യമായും ഗദ്യമായും പ്രകീർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് നബി വചനങ്ങളിൽ, ഹദീസുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു, കഅബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രശസ്തരായ കവികൾ പ്രവാചകരിച്ചുകൊണ്ട് ധാരാളം പാടിയിട്ടുണ്ട്. ഞാൻ അത് ഉദ്ധരിക്കുന്നില്ല, പൊതുവെ അറിയപ്പെട്ട കാര്യങ്ങളാണ്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുന്ന ഘട്ടം ഒരാഴ്ച നീണ്ടു നിന്ന യാത്രയായിരുന്നു. ആ യാത്ര മദീനയിൽ സ്വഹാബികൾ, ആബാലവൃദ്ധ ജനങ്ങൾ പ്രവാചക തിരുമേനിയെ സ്വീകരിക്കാൻ വേണ്ടി കാതോർത്ത് കാത്തിരിക്കുകയാണ്. തങ്ങൾ ഇപ്പൊ വരും, ഇന്ന് വരും, ഇന്ന് വരും. എന്നും കാലത്ത് വന്നവർ കാത്തിരിക്കും. മദീനയില്ല, ഈ വഴിക്കാണ് തങ്ങൾ ഇറങ്ങി വരിക, ഇന്ന് വരുമായിരിക്കും. പിന്നെ വെയില് ചൂട് പിടിച്ചാൽ ഇന്ന് വരില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു പോകുന്ന ഹദീസിൽ കാണാം. അങ്ങനെ ഘട്ടത്തിൽ നബി തിരുമേനിയും തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു അവിടെ വന്നിറങ്ങുമ്പോൾ സ്വഹാബിവരന്മാർ പ്രവാചകരെ സ്വീകരിച്ചത്, എതിരേറ്റത് കൃത്യമായി നമ്മുടെ മൗലിദിലെ ഈരടികൾ ചൊല്ലിക്കൊണ്ട് ദഫും മുട്ടി ആനയിച്ച് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു എന്ന് ആധികാരിക ചരിത്രരേഖകൾ പറയുന്നു. ഇന്നും അറബികൾക്കിടയിൽ പോലും
അയ്യുഹൽ മബ്ഊസു ഫീനാ ജിഅത ബിൽ അംറിൽ മുത്താഅ ജിഅത ശറഫ്തൽ മദീന മർഹബ യാ ഖൈറദാർ. ഞാൻ അർത്ഥം പറഞ്ഞ് സമയം കളയുന്നില്ല. അവിടെ ശ്രദ്ധേയമായൊരു വാക്ക് തലഅൽ ബദ്റു അലൈന എന്നാണ് അന്ന് സ്വഹാബത്ത് ചൊല്ലിയ ആ മൗലിദിലെ വാചകത്തിന് തുടക്കം. ശരിക്കും പൂനിലാവ് പൊഴിക്കുന്ന പൂർണ്ണ പൗർണമി ഞങ്ങൾക്കിടയിൽ ഉദയം ചെയ്തു തങ്ങളെ വാഴ്ത്തി പ്രകൃതിച്ച് പറയാം. അതന്നല്ലേ നമ്മുടെ അശ്റഖ. അശ്റഖൽ ബദ്റു അലൈന ഫഖ്തഫത് മിൻഹുൽ ബുദൂർ മിസ്ല ഹുസ്നിക മാ റഅയ്ന ഖത്തു യാ വജ്ഹ സുറൂർ. അശ്റഖൽ ബദ്റു അലൈന, ഇതാ പൂർണ്ണ പൗർണമി ഞങ്ങൾക്കിടയിൽ ഉദയം ചെയ്തു. സഹാബത്ത് തലഅൽ ബദ്റു അലൈന, ഇതാ പൂർണ്ണ പൗർണമി ഞങ്ങൾക്കിടയിൽ ഉദയം ചെയ്തു. അവിടെ തല എന്ന വാക്ക, ഇവിടെ അശ്റഖ എന്ന വാക്ക, രണ്ടും വാക്കിന് വ്യത്യാസമുണ്ട്, ആശയം അർത്ഥം ഒന്നേ. അവർ പറഞ്ഞതിന്റെ അതേ വകഭേദമാണ്, ആ പ്രകീർത്തനത്തിലെ വകഭേദമാണ് നമ്മുടെ മൗലിദിന്റെ ഈരടികളിൽ കാണാൻ സാധിക്കുന്നതെന്ന് സത്യം മാത്രം. എന്നാൽ തങ്ങൾ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ട് തങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇല്ല വ്യക്തിപൂജയിലേക്ക് നയിക്കും, നിങ്ങൾ എന്നെ പ്രകീർത്തിക്കണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞില്ലാന്ന് മാത്രമല്ല, തങ്ങൾ മൗനാനുവാദം കൊടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. പോകുന്ന ഘട്ടത്തിൽ ഓരോ സ്വഹാബികൾ പറയുന്നു, ചരിത്രത്തിൽ കാണാം, ഇവിടെ കയറിക്കൂടെ തങ്ങൾ എവിടെ നിന്ന് വിശ്രമിച്ചൂടെ? തങ്ങൾ പറഞ്ഞു, പോകട്ടെ ഒട്ടകം ഇന്നഹ മഅ്മൂറ, ഒട്ടകത്തിന് നിർദ്ദേശമുണ്ട്, അത് എവിടെ മുട്ടുകുത്തുന്ന അവിടെ ഞാൻ ഇറങ്ങും. അങ്ങനെ അവസാനം സയ്യിദുന അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു തങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് ഒട്ടകം മുട്ടുകുത്തി തങ്ങൾ ആ വീട്ടിൽ കയറി വിശ്രമിക്കുന്ന ഘട്ടത്തിൽ ആ വീട്ടുകാർക്കുള്ള അവാച്യമായ അനുഭൂതി ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. തൊട്ടടുത്ത വീട്ടുകാര് സസന്തോഷം നബി തങ്ങളോട് പറയുന്നത്, നബിയെ ഞങ്ങളുടെ തൊട്ട അയൽ വീട്ടിലാണല്ലോ നബി തങ്ങൾ താമസിക്കുന്നതെന്നാണ് അവരെ സന്തോഷം. എന്നിട്ട് അടുത്തൊരു വീട്ടിലെ കുറച്ച് പെൺകുട്ടികൾ നബി തങ്ങളടുത്ത് വന്നുകൊണ്ട് സ്വഹീഹ് ഹദീസിൽ കാണാം, അവർ ചോദിക്കാൻ, നബിയെ നിങ്ങളെ പ്രകീർത്തിച്ച് ഞങ്ങളൊന്ന് പാടട്ടെ. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ അല്ലാഹു റസൂൽ പാടിക്കും. ഏതാനും പെൺകുട്ടികളാണ് മുഹമ്മദ് ഞങ്ങൾക്ക് അയൽക്കാരനായി കിട്ടിയല്ലോ, എന്തുമാത്രം ഹൃദ്യമായ അനുഭവമാണെന്ന് പറഞ്ഞ് പാടിങ്ങൾ തുടങ്ങിയപ്പോൾ റസൂൽ പറഞ്ഞു, മക്കളെ ഒന്ന് നിർത്തി എന്ന് പറഞ്ഞു. ആ മക്കൾ നിർത്തി. അപ്പൊ റസൂൽ ചോദിച്ച ചോദ്യം എന്താണോ, ആ തുഹ്ബിബുനനി. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ അഫ്സലമ കോളേജിന്റെ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന നൂറുൽ യഖീൻ എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ പോലും ഈ സംഭവം കാണാം. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ പാടുന്നതിനെ പുകഴ്ത്തുന്നത് ചോദിച്ചു. പുല്ലിനാം. ആ കുട്ടികൾ പറഞ്ഞ, അതേ നബി ഞങ്ങൾ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ പ്രകീർത്തിക്കുന്നത്. റസൂൽ കൊടുത്ത മറുപടി, വല്ലാഹു യഅലമു അന്ന ഖൽബി യുഹിബ്ബുകുൻ, അള്ളാഹു സാക്ഷിയാണ് കേട്ടോ, എന്റെ മനസ്സ് നിങ്ങളെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്നു എന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തരത്തിൽ തങ്ങൾ ഈ പ്രകീർത്തനത്തിന് എല്ലാ അർത്ഥത്തിലും കൂട്ടുന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾ പുകഴ്ത്തുന്ന ഈ രീതി വ്യക്തിപൂജയിലേക്ക് നയിക്കുമെന്ന് തിരുമേനി ഒരിക്കലും പറഞ്ഞ് നിരാകരിച്ചിട്ടില്ല, നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രം ഒരു സത്യം മാത്രമാണ്. അത് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ വിഷയത്തിൽ നമ്മളെ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഇവർ ചോദിച്ചു കൊടുത്ത ചോദ്യങ്ങൾ, എന്നാലും അബൂബക്കർ സിദ്ദീഖ് ഓതിയ മൗലിദയുടെ മൂപ്പരങ്ങനെ മൗലിദ് ഓതിയിരുന്നെങ്കിൽ ആയിഷ ബീവിയുടെ മൗലിദിന്റെ കിതാബിന്റെ പേരേതാ എന്നൊക്കെ ചോദിച്ചൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാറുണ്ട്. പ്രവാചകരുടെ കാലഘട്ടത്തിൽ തന്നെ ഇത് ഉണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥ അവരുടെ ഒറ്റ ചോദ്യം നമുക്ക് തിരിച്ചു ചോദിക്കാൻ സാധിക്കും. ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പ്രാമാണികമായ അടിസ്ഥാന രേഖ ഹദീസാണ്. ഹദീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ബുഖാരി, മുസ്ലിം, തിർമിദി ഇതൊക്കെയാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് ഓതിയ ഹദീസിന്റെ കിതാബ് ഏതാ? മറ്റേ ആയിഷ ബീവി ഓതിയ ഹദീസിന്റെ കിതാബ് ഏതാന്ന് ചോദിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനം ഉത്തരം മുട്ടും. അവർ പറയും, ആയിഷ ബീവി അബൂബക്കർ സിദ്ദീഖും ഹദീസിന്റെ കിതാബ് ഓതിയിട്ടില്ല. അപ്പൊ ഇവർക്ക് വിവരല്ലേ? അല്ല, വിവരമുണ്ട്. അതെന്താ പിന്നെ? അവരുടെ കാലഘട്ടത്തിൽ ഹദീസിന്റെ കിതാബുകൾ ക്രോഡീകരിക്കപ്പെട്ടില്ല, അതുകൊണ്ടാണ് അവർ ഓതാതിരുന്നത്. അതേ മറുപടി തിരിച്ചു നമുക്ക് പറയാമല്ലോ. ഈ പ്രവാചക പ്രകീർത്തനം ഗദ്യപദ്യ സമ്മിശ്രമായി ആ രീതിയിലുള്ള മൗലിദ് സാഹിത്യം ആ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ആ മൗലിദിന്റെ കിതാബുകൾ വെച്ച് അവർ പാരായണം ചെയ്യാത്തത് എന്ന ഉത്തരം വളരെ ക്ലിയർ ആണ്, വളരെ കൃത്യമാണ്. പിന്നെ നബിത്തങ്ങളുടെ ഖബറിനെ കുറിച്ച് വാഴ്ത്തുന്ന രീതികളുണ്ട്, അതൊക്കെയാണ് ശിർക്ക് എന്നാണ് ചില കാര്യങ്ങൾ പറയുന്നത്. കൃത്യമായി മഹദി റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണം മുസ്ലിം വനിതാ സമൂഹത്തിന്റെ നായിക എന്ന് വിശേഷിക്കപ്പെടുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകരെ പ്രകീർത്തിച്ചുകൊണ്ട് പാടിയ ചരിത്രത്തിൽ കാണാം, മാദാ അലാമൻ ശമ്മ തുർബത അഹ്മദി അല്ലാ യശുമ്മ മുദസ്സമാനി ഗവാലിയ സുബ്ബത് അലയ്യ മസായിബുൽ ലൗ അന്നഹാ സുബ്ബത് അലൽ അയ്യാമി ഉദ്ന ലയാലിയ. മാദാ അലാമൻ ശമ്മ തുർബത അഹ്മദി, എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കബറടക്കപ്പെട്ട സ്ഥലത്തെ ആ മണ്ണ് ഒരാളൊന്ന് ചുംബിച്ചു നോക്കുകയാണെങ്കിൽ, അതിന്റെ സ്മെല്ല് വാസന ഒന്ന് അനുഭവിക്കുകയാണെങ്കിൽ, അല്ല യശുമ്മ മുദസ്സമാനി ഗവാലിയ,
ഒരു കാലത്തും പിന്നെ എനിക്ക് വേറെ സുഗന്ധത്തിന്റെ ആവശ്യം വരില്ല എന്നത് റസൂലുള്ളാഹിനെ ഖബറക്കപ്പെട്ട സ്ഥലത്തിന്റെ മണ്ണിന്റെ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത്. അതുകൊണ്ടൊന്നും ഫാത്തിമ ബീവി ശിർക്കിലേക്ക് പോയിട്ടില്ല. പിന്നെ മൗലിദിന്റെ ഈരകൾ തങ്ങൾ നേരിട്ട് അഭിസംബോധന ചെയ്ത് പറയുന്ന ചില കാര്യങ്ങൾ നേരിട്ട് മരിച്ചുപോയവരോട് പറഞ്ഞ ശിർക്കാകുന്ന റസൂലുള്ളാഹിന്റെ പ്രിയ അമ്മായി പിതൃ സഹോദരി സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു. അവർ പറയുന്നു റസൂലുള്ളാഹിനെ വാഴ്ത്തിക്കൊണ്ട്, അലാ യാ റസൂലല്ലാഹി അൻത റജാഉന വകുൻത ബിനാ ബർറൻ വലം തകു ജാഫിയ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങാണ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും, അങ്ങ് ഞങ്ങൾക്ക് ഏറെ ഉപകാരം ചെയ്തിരുന്ന മഹാനായിരുന്നു എന്ന് പ്രവാചകർ പ്രകീർത്തിച്ചുകൊണ്ട് പ്രവാചകരുടെ വിയോഗത്തിന് ശേഷം കൃത്യമായി നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ ലോകം കണ്ട മഹാന്മാരിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ കവികളാണെങ്കിൽ പ്രവാചകരെ കവിതയിലും, കവിതാരംഗത്ത് കഴിവില്ലാത്തവരാണെങ്കിൽ അല്ലാതെ ഗദ്യമായും പ്രവാചകർ പ്രകീർത്തിച്ചതായും മഹത്വവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതായും ചരിത്രം രേഖപ്പെടുത്തുന്നു. ഈ തരത്തിൽ ധാരാളം സംഭവങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഘടകം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന് മദീനയിൽ വന്ന് ഇറങ്ങി ആ സ്വഹാബത്തെ വരവേറ്റ് മദീനക്കാർ സ്വീകരിക്കുന്ന ദിവസം അത് റബീഉൽ അവ്വൽ 12 ആയിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ കാണുന്നു. എന്തേ നബി തങ്ങൾ മദീനയിൽ കാലുകുത്തുന്ന ദിവസം ആ ജനങ്ങൾ വരവേറ്റ് ആ ഈരടികൾ ചൊല്ലിക്കൊണ്ട് സ്വീകരിച്ച ദിവസം റബീഉൽ അവ്വൽ 12 തന്നെയായി? ആ യാദൃശ്ചികം എന്ന് പറയാൻ പറ്റുമോ? ആ ഒട്ടകത്തെ കുറിച്ച് റസൂൽ പറഞ്ഞില്ലേ, ഇന്നഹ മഅ്മൂറ, ആ ഒട്ടകം നിർദ്ദേശമുണ്ട് ഒട്ടകത്തിന്, ഒട്ടകം എവിടെ മുട്ടുകുത്തുന്നു അവിടെ വരും, ഞാൻ അവിടെ ഇറങ്ങും. അപ്പൊ ഈ ദിവസമാകണം അള്ളാന്റെ ഭാഗത്ത് നിർദ്ദേശമുണ്ട്, അള്ളാന്റെ തീരുമാനമാണ്. റബീഉൽ അവ്വൽ 12 തങ്ങൾ ജനിച്ച ദിവസമാണ് യാദൃശ്ചികം എന്ന് പറഞ്ഞ് തള്ളാൻ ഒരു ചാൻസും ഇല്ല. അപ്പൊ യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ആഘോഷ പരിപാടികളും പ്രവാചകരുടെ അധ്യാപനങ്ങളും മുസ്ലിം സമൂഹത്തിന് കൈമാറാൻ ഉപയോഗപ്പെടുത്തുന്ന രീതിയും എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹജനകമാണെന്ന് മാത്രമല്ല, എല്ലാ രംഗത്തും മാറി എന്ന് പറഞ്ഞതുപോലെ മുജാഹിദീൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയകാലത്ത് കെ മൗലവിക്ക് നബിദിനാഘോഷ പരിപാടി നടത്തിയാൽ അതൊക്കെ അവർക്ക് അന്ന് വഴിതെറ്റിപ്പോയി എന്നവർക്ക് വിവരം കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ അതും മാറി മുജാഹിദിൽ എല്ലാ വിഭാഗം ആളുകളും പല നബിദിന പരിപാടികളും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മുജാഹിദിനെ കുറിച്ച് ശരിക്കും അറിയാത്ത ചില ആളുകളാണ് ഇത് വിദഅത്താണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം പാളയം പള്ളിയിൽ ഓരോ വർഷവും റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ നടന്നു വരുന്ന മീലാദ് പരിപാടിയിൽ മുജാഹിദ് വ്യത്യസ്ത ഗ്രൂപ്പിന്റെ ലീഡർമാർ പങ്കെടുക്കാറുണ്ടെന്ന് മാത്രമല്ല, ഔദ്യോഗിക ഗ്രൂപ്പിന്റെ ലീഡറാണ് സുഹൈർ മൗലവി ചുങ്കത്തറ. ഞാൻ പേഴ്സണലായിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരിക്കൽ ചോദിച്ചു, അല്ല മൗലവി, നിങ്ങളല്ലേ നബിദിനാഘോഷം ബിദ്അത്ത് എന്ന് മാത്രമല്ല വളരെ രൂക്ഷമായി അതിനെ വിമർശിച്ച് പ്രസംഗിക്കുന്ന ആള്, നബിദിനത്തേക്കാൾ നല്ലത് കള്ളക്കടത്ത്, മോഷണം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് പത്രത്തിൽ വന്ന ആളാണ് സുഹൈർ മൗലവി. നിങ്ങളെ പേര് കണ്ടല്ലോ, ഞാൻ തിരുവനന്തപുരം മീലാദ് പ്രഭാഷണ പരിപാടികളുടെ പേര് കണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു എന്നോട്, എന്റെ അഭിപ്രായം നബിദിന അധ്യാപന മുസ്ലിം സമൂഹത്തിനും അമുസ്ലിം കൈമാറാൻ നബിദിന മാസം ഉപയോഗപ്പെടുത്തണം എന്നത്. പിന്നെന്തിനാ ഇത് വിമർശിക്കണോ വെച്ചു. അപ്പത് ഒന്നുകൂടി, ഞാനാണല്ലോ ഈ പ്രാവശ്യം കണ്ണൂർ AR എന്ന് പറഞ്ഞാൽ ആൾ ഇന്ത്യ റേഡിയോയിൽ റബീഉൽ അവ്വൽ 12 നബിദിന പ്രഭാഷണം ഞാനാണ് നടത്തുന്നത് പറഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങൾ ഈ പറയണോ വെച്ചു. മൂപ്പറും ചിരിച്ചു. ഇവരൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ കാന്തപുരത്തെ പോലെ, ജമാഅത്ത് നേതാക്കളെ പോലെ, മുജാഹിദ് നേതാക്കളെ പോലെ അവരിലൊക്കെ നല്ല ആളുകളുണ്ടെന്ന കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ആളുകൾ കപടന്മാരായിട്ടുണ്ട്. മനസ്സിലാക്കാതെ അവർക്ക് സത്യമെന്ന് വിചാരിച്ചു കൂടിയ ആളുകൾ അവരെ കുറിച്ചല്ല പറയുന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ആളുകൾക്കറിയാം അതൊക്കെ അബദ്ധങ്ങളാണ്, വാസ്തവവിരുദ്ധമാണ്. ദീനിന്റെ ഹക്കായ മാർഗം സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്ത് ഹക്കാണെന്നതിന് പ്രകടമായ ദൃഷ്ടാന്തങ്ങളാണ് നമ്മുടെ മരണപ്പെട്ടു പോയ ഏറ്റവും അവസാനം വഫാത്തായ ഉസ്താദ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ. അപ്പൊ നമ്മൾ സത്യത്തിലാണ് ഈ മാർഗത്തിന്റെ അജയ്യമായ മുന്നേറ്റത്തിനും നിലനിൽപ്പിനും നിർണായകമായ പങ്ക് വഹിക്കുന്ന നിങ്ങളൊരു വലിയ വിഭാഗമാണ്. നിങ്ങളെ കണ്ടറിഞ്ഞ് ആ തരത്തിലുള്ള പ്രോത്സാഹനവും പരിഗണന നിങ്ങൾക്ക് കേരളത്തിൽ ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല. എനിക്കറിയാം, സംഘടനത്തില്ല. അതേസമയം ഈ ക്ലാസ് റൂം ഒരു പത്രത്തിനേക്കാൾ വലിയ സ്വാധീനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം സത്യമാണ്.
നിങ്ങൾ കണ്ടറിഞ്ഞ് സ്വന്തം ചെലവിൽ സ്വന്തം അധ്വാനം കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ സത്യസന്ധമായ നിലനിൽപ്പിന് വേണ്ടി ധീരമായി നിങ്ങൾ നടത്തുന്ന ഈ സംവിധാനത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. പല സുഹൃത്തുക്കളും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഷെയ്ഖ് അലി മുസ്ലിയാർ റാസൽഹൈബിനെ ഞാനുള്ളത്, അവിടുന്ന് അദ്ദേഹത്തിന്റെ ഒരു മോന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് ജോലി സംബന്ധമായ കാര്യം. മറ്റു പല സുഹൃത്തുക്കളും നമ്മളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട്, അവന്റെ ദയാവായ്പ കൊണ്ട്, അവന്റെ വാത്സല്യം കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട് നമുക്കാർക്കും നമ്മൾ ഈ നടത്തുന്ന പ്രവർത്തനത്തിൽ ഒരു കളങ്കമല്ല, സത്യസന്ധമായിട്ടാണ് അള്ളാന്റെ ദീനിന് വേണ്ടി, നബിതങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ ഒരു മനസ്സിന്റെ ഒരു സത്യസന്ധത കൊണ്ടും മഹാന്മാരെ നമ്മൾ സ്നേഹിക്കുന്ന ബറക്കത്ത് കൊണ്ടും നമ്മൾ നിലനിൽക്കുന്ന മാർഗത്തിന്റെ ഹക്ക് കൊണ്ടും നമ്മുടെ പൂർവികരുടെ ബറക്കത്ത് കൊണ്ടും അല്ലാഹു ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ, നമ്മുടെയും സദുദ്ദേശങ്ങൾ ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മളും അവരും ഭയപ്പെടുന്ന ഏതൊക്കെ ആശങ്കാജനകമായ സാഹചര്യങ്ങളിലൊക്കെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും മോചനം നൽകി അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. സമസ്ത കേരള ഗവൺമെന്റ് നമ്മുടെ പൂർവ്വകാമികളെ സന്തോഷിപ്പിക്കുന്ന വിധം നല്ല സപ്പോർട്ട് നൽകിക്കൊണ്ട് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പരിപാടികളും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന ഗ്ഫിർ വാലിദിനാ റബ്ബന റഹ്മഹും കമാ റബ്ബൗനാ സഗാറ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് സവിനയം അപേക്ഷിച്ചുകൊണ്ട് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.